നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ യൂറോ കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നിലവിൽ വമ്പന്മാരായ ഇംഗ്ലണ്ട് ഉള്ളത്. 16-ാം തീയതി അർദ്ധരാത്രി നടക്കുന്ന മത്സരത്തിലാണ് ഇംഗ്ലണ്ടും സെർബിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. 16-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഐസ്ലൻഡിനോട് ഒരു അപ്രതീക്ഷിത തോൽവി ഇംഗ്ലണ്ടിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് ഇപ്പോൾ അനിവാര്യമാണ്. താരസമ്പന്നമായ ഒരു നിര തന്നെ ഇംഗ്ലണ്ടിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷെ അവരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പരിശീലകന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം. ഏതായാലും ഇത്തവണത്തെ യൂറോ കപ്പ് കിരീടം സ്വന്തമാക്കാനുള്ള കഠിന പരിശ്രമങ്ങളിലാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ ഉള്ളത്. അതിന് എല്ലാവിധ പിന്തുണകളും അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈസ്റ്റ് ജർമ്മനിയിലെ ബാങ്കൻഹെയ്നിലാണ് ഇംഗ്ലണ്ടിന്റെ ട്രെയിനിങ് ക്യാമ്പ് ഉള്ളത്. അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയത്തിലെ പുല്ല് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് FA ആണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. കൂടുതൽ മികച്ച പരിശീലന സൗകര്യം തങ്ങളുടെ ടീമിന് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വെംബ്ലിയിലെ പുല്ല് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പരിശീലക മൈതാനത്തേക്ക് FA എത്തിച്ചിട്ടുള്ളത്. ടീമിന് സാധ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ നൽകുന്നുമുണ്ട്. ഇത് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. സ്ക്വാഡ് എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പുല്ല് ഇവിടേക്ക് എത്തിക്കാൻ അധികൃതർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. 1966 ശേഷം ഒരൊറ്റ മേജർ ട്രോഫി പോലും നേടാൻ കഴിയാത്ത ടീമാണ് ഇംഗ്ലണ്ട്. ഇത്തവണ അതിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ വരുന്നത്. കഴിഞ്ഞ യൂറോ കപ്പ് ഫൈനലിൽ ഇറ്റലിയോട് പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു ഇംഗ്ലണ്ടിന് കിരീടം അടിയറവ് വെക്കേണ്ടി വന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.